തെരഞ്ഞെടുപ്പിന് അതിന് 2 ആഴ്ച മാത്രമേ ശേഷിക്കുന്നുള്ളൂ. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ഷൗക്കത്ത് കാപ്പം പര്യടനമൊക്കെ ഇവിടെ എത്തി. പഞ്ചായത്ത് തല പര്യടനമൊക്കെ ഭയങ്കര വിജയകരമായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് തല പര്യടനങ്ങൾ വളരെ വിജയകരമായിട്ട് പോകുന്നു. ഇന്നലെ കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശത്ത് നിന്ന് ആ നഷ്ടബോധത്തിൻ്റെ, വിരഹത്തിൻ്റെ, വേദനയുടെ, വ്യഥയുടെ വലിയ ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്ന പ്രദേശത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇപ്പോഴും ആ കവളപ്പാറ ദുരന്തത്തിലൂടെ വീട് നഷ്ടപ്പെട്ട 200 ചില്ലാനം, ഏകദേശം 300ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുന്ന അവസ്ഥാവിശേഷം, അവരുടെയൊക്കെ ദീനമായ രോദനം, ഇപ്പോഴും അടങ്ങാത്ത നിലവിളി ഒക്കെ ഇപ്പോഴും ഉണ്ടാവുക. ആ പ്രദേശത്ത് നിന്നാണ് ഒരു കാര്യം ഞാൻ അവരോട് ഉറപ്പ് പറഞ്ഞത്. എന്നെ ജയിപ്പിച്ച് ജനപ്രതിനിധിയാക്കി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തിയാൽ ആദ്യമായി എനിക്ക് ശബ്ദിക്കാൻ അവസരം കിട്ടിയാൽ ശബ്ദിക്കുന്നത് ഈ പാവങ്ങൾക്ക് വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ വലിയ സന്തോഷത്തോട്, വലിയ പ്രതീക്ഷയോടു കൂടിയാണ് എന്നെ പിന്തുണക്കുന്നത്. ഇവിടെ ഇതൊരു UDFൻ്റെ ആളുകളുടെ മാത്രം സ്വീകരണ യോഗങ്ങളല്ല. ആളുകൾ ഈ 9 വർഷക്കാലമായി നിലമ്പൂർ അനുഭവിക്കുന്ന, കേരളം അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഈ യാത്ര ഇന്നലെ എത്താൻ വളരെ വൈകിപ്പോയത്. എന്തായാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന എല്ലാവിധ സാധ്യതകളും നിലമ്പൂർ. ഇന്നലെ ഇപ്പം ഷൗക്കത്ത് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അവർ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വീടിനേക്കാൾ അപ്പുറത്ത് യാത്രാ സൗകര്യമാണ്. പ്രത്യേകിച്ച് ഈ ചങ്ങാടം ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അവിടെ പാലം നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പം ആ വിഷയത്തിൽ മഴക്കാലമാണ്. അപ്പം ആ പാല നിർമ്മാണം തുടങ്ങിയത് എങ്ങനെയറിയോ? ഞാനും വാണിയമ്പുഴ കോളനിയിൽ സുധയും കൂടി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയിട്ടും അവർ കബളിപ്പിച്ചു, റിപ്പോർട്ടുകൾ കൊടുത്ത്. അവസാനം നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തിട്ടാണ് അവസാനം പാലം പണി തുടങ്ങിയത്. അപ്പം അത് വീടില്ല, അവർ കഴിയുന്ന കണ്ടില്ലേ? ആ നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത്. 6 വർഷമാവാൻ പോവുക ഓഗസ്റ്റ് 8-ാം തീയതിക്ക്. ഇതാണ് നിലമ്പൂരിൻ്റെ അവസ്ഥ. ഇതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതല്ലാതെ ഇതിൽ നിന്നൊക്കെ ചർച്ച വഴി മാറ്റാൻ ബോധപൂർവമായി ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിൻ്റെ പ്രധാനമായ കഴിഞ്ഞ 9 വർഷത്തെ ദുരിതപൂർണമായ അവസ്ഥയെക്കുറിച്ചാണ് നിലമ്പൂർ ചർച്ച. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതായത് ബോധപൂർവമായിട്ട് ഇവിടുത്തെ മറ്റ് വിഷയങ്ങൾ, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയം? തീർച്ചയായിട്ടും മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ സഹായത്തോടു കൂടി. എന്തായാലും ആര്യടൻ ഷൗക്കത്താണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് മണ്ഡലതല പര്യടനം ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും വികസന വിഷയങ്ങളാണ് ഇനി പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. വിവാദങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.